അതിന് അർജന്റീന ഇഷ്ടമാണോ? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. അർജന്റീന ടീമിനെ ഇഷ്ടമാണ്. ടീം അംഗങ്ങളെ ഇഷ്ടമാണ്. ഇന്ന് തീർച്ചയായിട്ടും അർജന്റീന ആരാധകരൊക്കെ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. വേൾഡ് കപ്പിൽ ആദ്യം മെസ്സിക്ക് 3 ഗോളുകൾ ലഭിച്ച ഒരു ദിവസമാണ്. ഗോളടിച്ച ദിവസമാണ്. എന്ത് പറ്റി? എന്നാൽ ആദരെ ഇനി കാഫിറാണ്. എങ്ങനെ ഇല്ലെങ്കിൽ കാഫിറാവും? അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന ഇവിടുത്തെ സുഡാപ്പികളുടെ നമ്പർ 1 ശത്രുവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അർജന്റീനയെ ഇവിടുത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് കാരണം എന്തെന്നറിയാമോ? അതായത് അർജന്റീന എടുത്തിരിക്കുന്ന നിലപാടാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അർജന്റീന നിലപാടെടുക്കുന്നതിന് കാരണമുണ്ട്. അർജന്റീന പാലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിരുന്ന രാജ്യമാണ്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാട്, അതായത് ഹാവിയർ മിലെ എന്ന് പറയുന്ന പ്രസിഡന്റ് അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തു. അവർ പിന്നെയും ചില കാര്യങ്ങൾ ചെയ്തു. ഹമാസിനെയൊക്കെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. അതുമാത്രവുമല്ല, IRGCയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഇറാന്റെ സ്പെഷ്യൽ ഫോഴ്സ് ആർമി ഉണ്ടല്ലോ, ഈ ആർമിയെ അവരെന്ത് ചെയ്തു? അവർ ഭീകര സംഘടനയായിട്ട് അർജന്റീന പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലും അർജന്റീനയും ഇറാനും തമ്മിൽ ബദ്ധവൈരികളാണ്. അവർ തമ്മിൽ വലിയ ശത്രുതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ അർജന്റീനയിൽ ഏറ്റവും കൂടുതലുള്ള പോപ്പുലേഷൻ ആരെന്നറിയാമോ? റോമൻ കാത്തലിക്കുകളാണ്. ക്രിസ്ത്യാനികളുടെ ഒരു രാജ്യമാണ് അർജന്റീന എന്ന് പറയുന്നത്. ഇനി അടുത്ത് അവിടെ ജൂതന്മാരുണ്ട്. ജൂതന്മാർ ഏതാണ്ട് 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ വരുന്ന അതിനകത്തുള്ള ഒരു ജൂത സമൂഹമുണ്ട്. അവിടെ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ 2 ലക്ഷമോ 3 ലക്ഷമോ പരമാവധിയുള്ള ജൂത സമൂഹത്തെ പോലെ തന്നെയാണ്. എങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻ രാജ്യമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അർജന്റീന ഇങ്ങനെ ചില നിലപാടെടുത്തതോടുകൂടി ഇവിടുത്തെ സുഡാപ്പികൾക്ക് കുരു പൊട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വെറുതെ ഇരിക്കുന്നില്ല. അർജന്റീനയ്ക്കെതിരെ ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവരിങ്ങനെ വിഷം തുപ്പാണ്. അതിനെ പറ്റിയിട്ട് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അർജന്റീന ജയിച്ചാൽ ഇവരുടെ നൊമ്പരത്തിൽ ഞാനും പങ്കുചേരും, നിങ്ങളും ചേരില്ലേ? കളിയിൽ രാഷ്ട്രീയവും വർഗീയതയും പാടില്ലെന്ന കഴിഞ്ഞ പോസ്റ്റിൽ ഉപദേശിച്ച സുടുക്കൾ ഇവിടെയും ഓരോ കമൻ്റ് ഇട്ട് അർജന്റീനയ്ക്ക് ജയ് വിളിച്ച് സമാധാനമായി പിരിഞ്ഞു പോവുക. അതായത് ഇറാനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പറഞ്ഞായിരുന്നു വേൾഡ് കപ്പിൽ. അപ്പോൾ പറഞ്ഞ കളിയിൽ രാഷ്ട്രീയം കൊണ്ടുവരണോ? എന്തിനാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം? ഈ പറയുന്ന മതവും രാഷ്ട്രീയവും ഒക്കെ കളിയിൽ കൊണ്ടുവരണോ എന്നൊക്കെ ചോദിച്ചു ഇവിടെ നാലമുറയിട്ട സുഡാപ്പികളുണ്ടല്ലോ, അവന്മാർക്കാണ് ഇപ്പോൾ പ്രശ്നം. അർജന്റീന പാലസ്തീൻ വിരുദ്ധമായിട്ടുള്ള രാജ്യമാണ്, അതുകൊണ്ട് കളിയിൽ എന്തിനാ രാഷ്ട്രീയം? ഇപ്പോൾ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. അതായത് ഒരാളുടെ കമൻ്റാണ്, അബ്ദുള്ള എല്ലാന്ന് പറഞ്ഞിട്ട്, പാലസ്തീനിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ചോരയിൽ കുതിർന്ന വിജയമാണ് ഇന്ന് രാവിലെ ഇസ്രായേൽ ചാരന്മാരായ അർജന്റീന നേടിയ വിജയം. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല എന്ന് ആരും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത് പറയുന്നുണ്ട്, പാലസ്തീനിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ചോരയിൽ കുതിർന്ന വിജയമാണ്, ആരും പറയരുത് എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര വേദിയിൽ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ട് അവിടുത്തെ എല്ലാ ക്രൂരതകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അർജന്റീന എന്ന് പ്രത്യേകം ഓർക്കുന്നത് നല്ലതാണ്. മെസ്സി ആരാധകർ ക്ലബ്ബ് മത്സരങ്ങൾക്കായി കാത്തിരിക്കുക, അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അടുത്ത പോസ്റ്റാണ് നിയാസ് മുഹമ്മദ്. അടുത്ത് ബഷീർ മിസ്സബ് പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ അമേരിക്ക, ഇസ്രയേൽ എന്നീ നരഭോജി രാഷ്ട്രങ്ങളും അവരുടെ സകല അധിനിവേശത്തിൻ്റെയും മൂട് താങ്ങുന്ന അർജന്റീനയെ പോലുള്ള വംശവെറിയൻ രാഷ്ട്രങ്ങളും കളിയിൽ പോലും വംശവെറി കലർത്തുന്ന ഭീകരന്മാരാണ് അർജന്റീന. കളിക്കളത്തിലെത്തിയെങ്കിലും തോൽക്കുന്നത് കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. അടുത്ത് കോയ, പാലസ്തീൻ ജനതയ്ക്ക് മേൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ അനുകൂല കാഴ്ചപ്പാട് ലോക ഫുട്ബോളർ മെസ്സിയിലടക്കം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴത്തെ അർജന്റീന ഫുട്ബോൾ ടീമിനോടുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയ നിലപാടിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പഴയതുപോലെ അർജന്റീന എന്ന വികാരമില്ല. ഇന്നത്തെ അർജന്റീനയുടെ രാഷ്ട്രീയ നിലപാട് നാളുകളിൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ആൾരൂപമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഫുട്ബോൾ ആരാധകരുള്ള ഒരു സ്ഥലം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മലപ്പുറം ആയിരിക്കും. എത്രയധികം ഒരു ഫുട്ബോൾ അവിടുത്തെ ഓരോ മലപ്പുറംകാരനോടാണെങ്കിലും മലപ്പുറംകാരിയോടാണെങ്കിലും ഫുട്ബോളിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത്രയധികം ആർജവത്തോടെ പറയുന്ന മറ്റൊരു ജില്ല കണ്ടപ്പോൾ എല്ലാ ജില്ലകളിലും ഫുട്ബോൾ ആരാധകരുണ്ട്. പക്ഷെ ഇന്ന് തന്നെ ഈ അർജന്റീന ജയിച്ചു എന്ന് കണ്ടപ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം നമ്മൾ കണ്ടാണ് അവിടെ ബിരിയാണി വെച്ച് കൊടുക്കുന്നു. അത്രയധികം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഈ കളി കാണാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ ഈ അലാറം വെച്ചൊക്കെ അവരും, അതായത് അർജന്റീനയുടെ വിജയാഘോഷത്തിന്റെ കാര്യമാണ് പറയുന്നത്, അവരും കാഫറാണ്. സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം അവരും കാഫറാണ്, അവരും കൊല്ലപ്പെടേണ്ടവരാണ്. അർജന്റീനക്കാരും
ഈ പറയുന്ന പോലെ ഇസ്രയേലും അമേരിക്കയും ഇന്ത്യക്കാരും അടക്കമുള്ളവർ എങ്ങനെ കൊല്ലപ്പെടണമോ കാഫറാണ്. അങ്ങനെയുള്ള ആര് കൊല്ലപ്പെടണമോ അതുപോലെ ഈ പറയുന്ന അർജന്റീനയുടെ വിജയം ആഘോഷിച്ചവർ കൊല്ലപ്പെടണം. കാഫർ അങ്ങനെ അല്ലെ സുഡാപ്പികൾ അങ്ങനെ പറയുള്ളൂ. കാഫറിനെ കൊന്ന സ്വർഗം കിട്ടുമെന്നേ. അതിനെ തട്ടിയാൽ സ്വർഗം കിട്ടും പിന്നെ അല്ലേ. കാഫറിനെ കൊല്ലണമെന്നാണ്. കാഫറിനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അപ്പോൾ പിന്നെ അർജന്റീനയെ അവർ പിന്താങ്ങുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ നിന്ന് അവിടെ ഈ പറയുന്ന മതരഹിതമായ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ അല്ലല്ലോ ഈ പറയുന്ന മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും. ഇസ്ലാം മതവിശ്വാസികളായ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ പറയുന്ന സുഡാപ്പികളുടെ വിഷം തുപ്പലിനോടൊപ്പം നിൽക്കുന്നവരല്ലല്ലോ. അപ്പോൾ അവർക്ക് ചെറിയ അങ്ങനെ അല്ല ഇതല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബ് അല്ലെ രാജ്യമാണ് അർജന്റീന, മെസ്സി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് ആഘോഷിക്കും എന്ന് പറഞ്ഞാലും പറയണം നീയൊക്കെ കാഫിറാണ്. മനസ്സിലായില്ലേ? മതത്തിൽ കളിയിൽ മതം കലർത്തരുതെന്ന് പറഞ്ഞവരാണ് എത്ര 2 ആഴ്ച മുമ്പ് ഇറാൻ്റെ കാര്യത്തിൽ. അവരിപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അർജന്റീനയ്ക്ക് എന്തുകൊണ്ടാണ് ഇറാനിനോട് ഇത്ര വിരോധം? എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇറാനോട് അർജന്റീനയ്ക്ക് വിരോധം വരാനുള്ള കാരണം അവരുടെ വീട്ടിനകത്ത് കയറി അവരുടെ നാട്ടിൽ ചെന്ന് 2 തവണ ബോംബ് പൊട്ടിച്ചതുകൊണ്ടാണ്. ആൾക്കാരെ കൊന്നതുകൊണ്ടാണെന്നുള്ളത്. 1992-ലും 94-ലും 2 തവണയാണ് അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒന്ന് എന്ന് പറയുന്നത് 92-ൽ ഇസ്രായേൽ എംബസിക്ക് നേരെ ഉണ്ടായ ഒരു ബോംബാക്രമണം, അതിൽ നിരവധി മരണങ്ങളുണ്ടായി. ഇനി അടുത്ത് 1994-ൽ അമിയ കെട്ടിടത്തിന് നേരെ, അതായത് അർജന്റീന ഇസ്രായേൽ സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് നേരെയും വലിയ ആക്രമണമുണ്ടായി, ഭീകരാക്രമണമുണ്ടായി. ഈ ഭീകരാക്രമണത്തിലെല്ലാം നിരവധി ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ഒരു ഭീകരാക്രമണം നടത്തുന്ന ഒരു ടീമിനെ നമ്മൾ പിന്തുണയ്ക്കുമോ? ഒരു രാജ്യത്തെ നമ്മൾ പിന്തുണയ്ക്കുമോ? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ ഭീകര സംവിധാനങ്ങളെല്ലാം നമ്മൾ ഭീകരമായിട്ട് പ്രഖ്യാപിക്കും. അത് അൽ ഖ്വയ്ദ ആയാലും ശരി തന്നെ, താലിബാൻ ആയാലും ശരി തന്നെ, ഈ പറയുന്ന ഇന്ത്യൻ മുജാഹിദീൻ ആയാലും ശരി തന്നെ, ഏത് ഭീകര സംഘടനയായാലും ശരി തന്നെ നമ്മൾ അവർക്കെതിരെ നിലപാടെടുക്കും. അവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ഉണ്ട കയറണമെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ അല്ലേ? ഈ ഭീകരന്മാരുടെ എല്ലാം തലയ്ക്കകത്ത് ഉണ്ട കയറിയിരിക്കണം. അത് നമ്മളുടെ ഒരു ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണത്. അപ്പോൾ അർജന്റീന വിചാരിക്കുകയാണ് അവന്മാർ ഡെത്ത് ഫോർ അമേരിക്ക, ഡെത്ത് ഫോർ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രമായിട്ടുള്ള ഇറാൻ അർജന്റീനയെ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്കും അവർക്ക് തിരിച്ച് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അവർ തിരിച്ച് പ്രതികരിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ ഇവിടുത്തെ സുഡാപ്പി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒരാൾ ഇന്നലെ പറഞ്ഞു, ഷുഡാപ്പി എന്ന് പറയുന്നതാണ്. അവർക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഷുഡാപ്പി എന്ന് പറയാം. അപ്പോൾ ഈ ഷുഡാപ്പികൾക്ക് അത് നോവുന്നു. അർജന്റീന അവർക്ക് ഇഷ്ടമല്ലാതായിരിക്കുന്നു. അവർക്ക് ആത്യന്തികമായി ഫുട്ബോളൊന്നുമല്ല, ആത്യന്തികമായി സുഡാപ്പികളുടെ ഇസ്ലാമിസ്റ്റുകളുടെ ഇഷ്ടമെന്ന് പറയുന്നത് ഏകമായിട്ട് അവരുടെ മതത്തോട് മാത്രമാണ് എന്നുള്ളതാണ്. ആ മതത്തോട് മാത്രമാണ്. അവർക്ക് ഈ പറയുന്ന അന്നം തരുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ UAE-യും സൗദി അറേബ്യയൊക്കെ പൊക്കി പിടിച്ച് വരുന്നവരല്ലേ. ഇപ്പോൾ ഈ ഇറാൻ മിസൈൽ അയക്കുകയാണ് എവിടേക്ക്? സൗദി അറേബ്യയിൽ. സ്വന്തം മക്കയും മദീനയും ഇരിക്കുന്ന രാജ്യം തോറ്റു കാണണം, നശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അന്നം തരുന്ന രാജ്യം പോയോ? അവിടെ ഇരുന്നു കൊണ്ട് ഇറാനിലേക്ക് പൈസ അയക്കുകയാണ്. അപ്പോൾ പോയോ? അപ്പോൾ ആത്യന്തികമായിട്ട് മറ്റുള്ളവരുടെ നാശത്തെയാണ് കാരണം, സ്വന്തം നിലനിൽപ്പല്ല. ഇതുകൊണ്ടാണ് ദ പ്രോജക്റ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന സംഘടന അവർ മുദ്രാവാക്യം വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇസ്രായേലിനെ വെറുക്കുന്നതിനേക്കാൾ, നിങ്ങൾ അർമേനിയയെ വെറുക്കുന്നതിനേക്കാൾ, നിങ്ങൾ അമേരിക്കയെ വെറുക്കുന്നതിനേക്കാൾ, നിങ്ങൾ യൂറോപ്പിനെ വെറുക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഇന്ത്യയെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കൂ. നിങ്ങൾ കാഫറുകൾ എന്ന് പറഞ്ഞവരെ വെറുക്കുന്നതിനേക്കാളേറെ നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യൂ. അപ്പോൾ ഈ പ്രശ്നം മാറിക്കിട്ടും. സുഡാപ്പികളുടെ ഉള്ളിൽ അർജന്റീനയോടുള്ള വിരോധം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. അവർ പറയുന്നത് മെസ്സിയുടെ അടുത്ത് ആരാധനയൊന്നും വേണ്ട, അത് നിങ്ങളെ ക്ലബ്ബ് കളി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മതി. പക്ഷേ ഈ പറയുന്ന രാജ്യത്തെ, അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കരുത് എന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, മെസ്സിയെ പോലും എന്ത് പറയുന്നുണ്ട്, മെസ്സി ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ധമായ മതം തിന്ന് മാത്രം ജീവിക്കുന്ന, തലച്ചോറിന് പകരം കിതാബ് വെച്ചുകൊണ്ട് നടക്കുന്നവന്മാരുടെ എല്ലാം പ്രശ്നം ഇതാണ് എന്നുള്ളതാണ്. ഇത് മാറ്റം വന്നിൽ സ്വയം തിരുത്തിയില്ല എങ്കിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ അവഗണിക്കപ്പെടും. ചിതൽപുറ്റുകൾ ഉടഞ്ഞു വീണിട്ടേ ഉള്ളൂ ലോകത്ത്. അപ്പോൾ ഈ മതം തിന്ന് വളർന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഏതായാലും ഇനി അർജന്റീന ഫാനായാൽ നിങ്ങൾ കാഫിറാണ് എന്നുള്ളതാണ് സുഡാപ്പികൾ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക,
നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.